നടി ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലെത്തിച്ചു. കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. അല്പസമയമാണ് ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്കൊക്കെ തന്നെ കടന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് കൊണ്ടുപോകുമെന്ന സൂചനകൾ ലഭ്യമാണ്. പക്ഷേ അതിലൊരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത് കോടതിയിൽ നാളെയാണ് ഹാജരാക്കുക എന്നുള്ളതാണ്. അതിലൊരു വ്യക്തത വന്നിരിക്കുന്നത്. നാളെയാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുക കോടതിയിൽ. 24 മണിക്കൂർ പോലീസിന് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത ശേഷം കസ്റ്റഡിയിൽ വയ്ക്കാം. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അതുകൊണ്ട് ഈ രാത്രിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കഴിയേണ്ടി വരും ബോബി ചെമ്മണ്ണൂർ. ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, അപ്പോൾ നാളെ ആയിരിക്കും കോടതിയിലേക്ക് കൊണ്ടുപോകുക. അതിനു മുൻപ് ഈ അറസ്റ്റ് ഉൾപ്പെടെ റെക്കോർഡ് ചെയ്യണം. മറ്റു നടപടിക്രമങ്ങൾ ശേഷിക്കുന്നത് എന്താണ്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവിടേക്ക് എത്തുമോ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തും. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം, അതായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ എന്ന നിലപാട് തന്നെയായിരുന്നു പോലീസ്. മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്ന വിവരമാണ് അവർ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ 24 മണിക്കൂർ രേഖപ്പെടുത്തിയ ശേഷമുണ്ട്. ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ഓപ്പൺ കോടതിയിൽ, എറണാകുളം ജില്ലാ കോടതിയിൽ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കും. മാത്രമല്ല വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം നിയമ നടപടികളിലൂടെ അല്ലെങ്കിൽ നിയമവഴികളിലൂടെയൊക്കെ തന്നെ കടന്നു പോകേണ്ടതായിട്ടും വരും. 3 സെക്ഷനുകൾ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിക്രമത്തിന്റെ പരിധിയിൽ വരുന്ന വകുപ്പുകളാണ്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെയാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. നാളെ ഓപ്പൺ കോടതിയിലായിരിക്കും ഹാജരാക്കുക. കാരണം ധൃതി പിടിച്ചൊരു നീക്കത്തിലേക്ക് പോലീസ് പോകുന്നില്ല. കാരണം 2-3 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് PB അൻവറിനെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത് ധൃതിയിലാണ് അവിടെ അറസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് രാത്രിയിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഗൗരവമുള്ള ഒരു കേസാണിത്. അപ്പോൾ ആ കേസിൽ എല്ലാ പ്രാഥമിക തെളിവുകളും സംശീകരിച്ച് എടുത്ത ശേഷമായിരിക്കും അദ്ദേഹം. ഇപ്പോൾ രാഗിൽ വീണ്ടും ചേരുന്നു. രാഗിൻ തുടരാം. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടുവന്ന ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ആ പ്രോസസ്സ് പോലീസ് കംപ്ലീറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്തതാണ്. അതിനുശേഷം എയർ ക്യാമ്പിലെത്തിച്ച് പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തി. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവന്നു. ഇത്രയധികം സമയം യാത്രയുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത ശേഷം 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് റെക്കോർഡ് ചെയ്യുക എന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് പോകാം. അതുകൊണ്ട് തന്നെ എന്തായാലും ഇവിടെ എത്തിച്ച ഘട്ടത്തിൽ തന്നെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. ഇനി 24 ഹാജരാക്കിയാൽ മതി. ഒരുപക്ഷെ ഇന്ന് തന്നെ യിരുന്നു എന്നത് വസ്തുത തന്നെയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥരോടും സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ഹാജരാക്കാം. കാരണം തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സമാഹരിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളും പോലീസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സംസാരിക്കുമ്പോൾ നാളെ ഉണ്ടാവുകയുള്ളൂ എന്ന വിവരമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള നടപടി പോലീസ്. 2 അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വരുന്നത്. ഒന്ന്, അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഔദ്യോഗികമായി. നാളെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനം ഇപ്പോൾ വരുന്നത്.